4 ബന്ദികളെ ഗസയിൽ നിന്ന് ജീവനോടെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കും വരെ യുദ്ധം തുടരും എന്നാണ് നെതന്യാഹു പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ ജീവനോടെ കിട്ടണമെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് പെട്ടെന്ന് പോകണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തിയാർജിക്കുകയും ചെയ്യുന്നു. വെടിനിർത്താതെ നെതന്യാഹുവിന് എല്ലാ ബന്ദികളെയും ഇസ്രായേലിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. മധ്യഗസയിലെ നുസൈറാത്തിൽ നിന്നാണ് 4 ബന്ദികളെ ഇസ്രായേൽ പട്ടാപ്പകൽ ജീവനോടെ മോചിപ്പിച്ച് ഇസ്രായേലിൽ എത്തിച്ചത്. ഒക്ടോബർ 7-ന് നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് പിടികൂടിയ നോവ അഗമണി, ആന്ദ്രേ കോസ്ലോവ്, അൽമോഗ് മേർജാൻ, ഷോമി സ്യു എന്നിവരാണ് ഇസ്രായേലിലെത്തിയ ബന്ദികൾ. സീഡ്സ് ഓഫ് സമ്മർ എന്നാണ് ഇസ്രായേൽ ഈ ഓപ്പറേഷന് പേരിട്ടിരുന്നത്. ആഴ്ചകൾ മുമ്പേ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയിരുന്നു. കൃത്യമായ ഇൻ്റലിജൻസ്, വലിയ ആസൂത്രണം, വിവിധ സംഘങ്ങളുടെ ഏകോപനം എന്നിവയിലൂടെ ഇസ്രായേൽ ഈ ഓപ്പറേഷൻ വിജയിപ്പിച്ചെടുത്തു. കഴിഞ്ഞ 8 മാസത്തെ പരാജയങ്ങളിൽ IDFന് ആത്മവിശ്വാസം ചോർന്നു പോയൊരു ഘട്ടത്തിലാണ് മൊസാദും ഷിൻബെറ്റും ചേർന്ന് ഇസ്രായേൽ സേനയ്ക്ക് ഊർജം നൽകിയിരിക്കുന്നത്. 1976-ൽ ഉഗാണ്ടയിലെ എൻഡബെ എയർപോർട്ടിൽ നിന്ന് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ച ഓപ്പറേഷന് തുല്യമായ പരിശീലനം സീഡ്സ് ഓഫ് സമ്മർ ഓപ്പറേഷന് വേണ്ടിയും നടത്തിയിരുന്നതായി ഇസ്രായേൽ പറയുന്നു. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത നീക്കമാണ് ജൂൺ 8-ന് നുസൈറാത്തിൽ നടത്തിയത്. അമേരിക്കയുടെ കൃത്യമായ സഹായവും കിട്ടി. ഗസ തീരത്ത് ഭക്ഷണ വിതരണത്തിന് എന്ന പേരിൽ US നിർമ്മിച്ച താൽക്കാലിക തുറമുഖമാണ് ഈ ഓപ്പറേഷനുള്ള ലോഞ്ചിങ് പാഡായി ഉപയോഗിച്ചത്. അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിൽ 4 ബന്ദികളെയും ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തത്സമയം എന്ന പോലെ ലോകം കാണുകയും ചെയ്തു. മോചിപ്പിക്കപ്പെട്ട വനിത നോവയെ ഒക്ടോബർ 7-ന് ബന്ദിയാക്കി കൊണ്ടുപോകുന്ന ദൃശ്യം ഏറെ പ്രചരിച്ചതായിരുന്നു. ഇവരടക്കം 4 പേരെയും ആദ്യം വൈദ്യ പരിശോധനകൾക്കായി ഇസ്രായേലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ദികൾ അവരുടെ കുടുംബത്തോടൊപ്പം ചേരുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിലെങ്ങും പ്രചരിക്കാൻ സർക്കാർ തന്നെ പടിയെടുത്തു. ബന്ദികളെ എല്ലാവരെയും നെതന്യാഹു നേരിട്ട് വന്ന് കാണുകയും ചെയ്തു. ശനിയാഴ്ച, അതായത് യഹൂദികളുടെ ശബാത്ത് ദിനമാണ് ഈ ഓപ്പറേഷന് വേണ്ടി ഇസ്രായേൽ തിരഞ്ഞെടുത്തത്. അടിയന്തര ഘട്ടത്തിലല്ലാതെ പ്രധാനമന്ത്രി പോലും ഔദ്യോഗിക കൃത്യങ്ങളിൽ പങ്കെടുക്കാത്ത ദിനമാണ് ശബാത്ത് ദിനം. അതൊന്നും വകവെക്കാതെ നെതന്യാഹു ബന്ദികളുടെ അടുത്തേക്ക് ഓടിയെത്തി പടം പിടിച്ചു. മരിച്ച ബന്ദികളുടെ കുടുംബത്തെ കാണാനോ ബന്ദികളുടെ പ്രതിഷേധങ്ങളെ കേൾക്കാനോ തയ്യാറല്ലാത്ത നെതന്യാഹു ഈ ഓപ്പറേഷന്റെ വിജയം പരമാവധി ഉപയോഗപ്പെടുത്തി. അതിനുശേഷം ഒരു പ്രഖ്യാപനം കൂടി നടത്തി. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുമെന്നും അതിനായി എന്തും ചെയ്യും എന്നുമായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. 275-ലധികം ഫലസ്തീനികളെ കൊന്നാണ് 4 ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചിരിക്കുന്നത്. ഗസയിലെ നുസൈറാത്തിൽ ഇസ്രായേൽ സേന നടത്തിയ ക്രൂരമായ നരമേധത്തിൽ 700-ലധികം പേർക്ക് പരിക്കേൽക്കുക കൂടി ചെയ്തു. അലക്സ ആശുപത്രിയിൽ നിറഞ്ഞു കവിഞ്ഞ 700-ലേറെ പേരുടെ ദൃശ്യങ്ങൾ ഭീകരമായിരുന്നു. നുസൈറാത്തിൽ ഇസ്രായേൽ നടത്തിയത് സങ്കീർണമായ യുദ്ധക്കുറ്റമാണെന്ന് പറഞ്ഞ ഹമാസ് ഇസ്രായേലിന് ഈ ഓപ്പറേഷനിൽ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. കാരണം ഈ ഓപ്പറേഷനിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു. 36-കാരനായ ചീഫ് ഇൻസ്പെക്ടർ അർണോൺ സ്മോറയാണ് കൊല്ലപ്പെട്ട സൈനികൻ. നുസൈറാത്തിൽ തന്നെയുണ്ടായിരുന്ന നിരവധി ബന്ദികളെ ഇസ്രായേൽ അവരുടെ തന്നെ ആയുധം കൊണ്ട് ഈ ഓപ്പറേഷനിലൂടെ വധിക്കേണ്ടി വന്നു എന്നും ഹമാസ് പറയുന്നു. ഹമാസിൻ്റെ ഈ പ്രതികരണം വന്നയുടനെ ഇസ്രായേലിലെങ്ങും വീണ്ടും ബന്ദികളുടെ ബന്ധുക്കളുടെ പ്രതിഷേധം ശക്തമായി. ജീവനോടെ തന്നെ ബന്ദികളെ നാട്ടിലേക്കെത്തിക്കാൻ ഹമാസുമായി കരാർ വേണം എന്നാണ് പ്രക്ഷോഭകർ പറയുന്നത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ടെല്ലവീവിൽ 33 പേരെയാണ് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഒക്ടോബർ 7-ന് ഹമാസും ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള ഫലസ്തീനി സംഘടനകളും 251 പേരെയാണ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കിയിരുന്നത്. നവംബറിൽ ഒരാഴ്ചയോളം നീണ്ട വെടിനിർത്തൽ കരാറുകളുടെ ഭാഗമായി വിദേശികളും സ്ത്രീകളും കുട്ടികളുമടക്കം പകുതിയോളം പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു. 120ഓളം ബന്ദികളാണ് ഇപ്പോൾ ഗസയിൽ അവശേഷിക്കുന്നത്. ഇതിൽ 43 പേർ മരിച്ചതായി ഇസ്രായേൽ കരുതുന്നു. ജീവിച്ചിരിപ്പുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനു മുമ്പിൽ കീഴടങ്ങാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്നതാണ് ഇനി പ്രധാന ചോദ്യം. US പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹമാസിന് ഈ നിർദ്ദേശങ്ങളോട് ഏറെക്കുറെ യോജിപ്പുമാണ്. ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിൻവാങ്ങുകയും ഭരണം ഹമാസിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്യുക എന്നതാകും ഈ കരാർ അംഗീകരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ നെതന്യാഹു അതിന് വഴങ്ങിക്കൊടുക്കുമോ? ഈ ചോദ്യത്തിന് ഇസ്രായേലിലെ പ്രക്ഷോഭകർ നൽകുന്ന ഉത്തരത്തിൽ ഒരു കണക്കുണ്ട്. നെതന്യാഹുവിന് 8 മാസം കൊണ്ട് ഓപ്പറേഷനുകളിലൂടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ 4 പേരടക്കം ആകെ 7 ബന്ദികളെയാണ്.
എന്നാൽ ഹമാസുമായുള്ള ധാരണയിലൂടെ ജീവനോടെ തിരിച്ചു കിട്ടിയത് 109 പേർ. ബന്ദികളുടെ ജീവനാണോ തൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്കാണോ നെതന്യാഹു പ്രാധാന്യം നൽകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.